First question, the determinant of the matrix. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് 6x6 മെട്രിക്സ് ആണ്. അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കണം. റിസൾട്ടുകളുണ്ട്. ഫസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ റോ ഇൻ്റർചേഞ്ച് ഓപ്പറേഷൻ വിൽ ചേഞ്ച് സൈൻ ഓഫ് ഡിറ്റർമിനന്റ്. റോ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റിൽ ഒരു മൈനസ് സൈൻ എക്സ്ട്രാ വരും. സെക്കൻഡ് റിസൾട്ട്, ഇഫ് വി മൾട്ടിപ്ലൈ വൺ റോ ബൈ എ സ്കേലർ കെ then the determinant value is also multiplied by the same value. അതായത് ഒരു റോയിൽ നമ്മൾ ഒരു സ്കേലാർ കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഫസ്റ്റ് റോയിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഡിറ്റർമിനന്റ് വാല്യൂവിലും ഒരു കെ വെച്ച് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് സെക്കൻഡ് റിസൾട്ട്. തേർഡ് റിസൾട്ട്, ഇഫ് വി മൾട്ടിപ്ലൈ വൺ റോ ആഡഡ് ടു അനദർ റോ then the determinant value will be same. അതായത് ഇപ്പോൾ നമ്മൾ എക്ലോൺ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പം R3 ഇംപ്ലൈസ് R3 പ്ലസ് 2R1 അങ്ങനെയൊക്കെ ചെയ്യില്ലേ. ഒരു റോയിൽ ഒരു സ്കേലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, വേറൊരു റോയുമായിട്ട് ആഡ് ചെയ്തു, അങ്ങനെ വരുവാണെങ്കിൽ ആ ഡിറ്റർമിനന്റ് വാല്യൂവിന് വ്യത്യാസമൊന്നും വരത്തില്ല, അത് സെയിം ആയിരിക്കും. അതാണ് റിസൾട്ട്. ഇനി ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്? ഇത് നോക്കിക്കേ, ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണ്, ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം 2 ആണ്. ഇതൊരു ലോവർ ട്രയാങ്കുലറോ അപ്പർ ട്രയാങ്കുലറോ ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. അപ്പർ ട്രയാങ്കുലറിന്റെയോ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയോ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എൻട്രീസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇത് ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റാം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതൊരു അപ്പർ ട്രയാങ്കുലർ ആക്കി മാറ്റാൻ വേണ്ടി നോക്കാം. അതായത് താഴേക്കുള്ള ഓഫ് ഡയഗണൽ എലമെന്റ്സിലെ ഈ 3 2ഉം 0 ആക്കണം. അപ്പം ഈ എലമെന്റ് എങ്ങനെ 0 ആക്കാം? R6 ഇംപ്ലൈസ് R6 മൈനസ് 2R1 അല്ലേ? ഈ 2 0 ആക്കണം. R6 ഇംപ്ലൈസ് 2 മൈനസ് 2 എന്ന് പറയണം. R6 ഇംപ്ലൈസ് R6 മൈനസ് 2R1. അത് കഴിയുമ്പം 2 മൈനസ് 2 0 ആയി പോകും. പിന്നെ ലാസ്റ്റ് എലമെന്റ് 1 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 3. ഇനി സെക്കൻഡ് എന്താ? ഈ 2 0 ആക്കണം. ഈ 2 0 ആക്കുന്നതിന് R5 ഇംപ്ലൈസ് R5 മൈനസ് 2R2. പിന്നെ ഇവിടെ ഏതെങ്കിലും ഉണ്ടോ? 1 ഉണ്ട്. 1 മൈനസ് 4 വരും. അപ്പോൾ ഇവിടെ മൈനസ് 3 വരും. ദെൻ തേർഡ് ഈ 2ഉം അതുപോലെ തന്നെ R4 ഇംപ്ലൈസ് R4 മൈനസ് 2R3. അങ്ങനെ ചെയ്യുമ്പോൾ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടും. ഇതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എൻട്രീസ് 1 × 1 × 1 × -3 × -3 × -3 എന്തോരും? -27. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let V be the vector space of polynomial in variable t of degree at most 2 over R. The inner product of V is defined by inner product fg equal to integral 0 to 1 f of t gt dt. For fg element of V, let W equal to span 1 minus t square 1 plus t square and do W per be the orthogonal complement of W in V. Which of the following condition is satisfied for all h belongs to W per? H is even function, H is odd function, H of t equal to 0, H of 0 equal to 0. എന്താ പറഞ്ഞേക്കുന്നത്? V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. W എന്താ? വിയുടെ സബ് സ്പേസ് ആണ്. W പെർപ്പ് എന്ന് പറയുന്ന ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് W. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് W ആൻഡ് W പെർപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം H എലമെന്റ് ഓഫ് W പെർപ്പാണ് അല്ലേ? H എലമെന്റ് ഓഫ് W പെർപ്പാണ്. ഈ W പെർപ്പ് W എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് V ആണ്, സബ്സ്പേസ് ഓഫ് V ആണ്. V എന്ന് പറയുന്നത് എന്താ? V എന്ന് പറയുന്നത് ദ വെക്ടർ സ്പേസ് ഓഫ് പോളിനോമിയൽ ഇൻ ഡിഗ്രി അറ്റ്മോസ്റ്റ് 2 ആണ്. അപ്പോൾ H of t എങ്ങനെ എടുക്കാം? ഡിഗ്രി അറ്റ്മോസ്റ്റ് 2 വരണം, ഫംഗ്ഷനും വേരിയബിൾ t ആണ്. അപ്പോൾ നമുക്ക് H of t ഇങ്ങനെ കൺസിഡർ ചെയ്യാം, a പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ എലമെന്റ് ഓഫ് W പെർപ്പ്. W പെർപ്പിലെ എലമെന്റും Wയിലെ എലമെന്റും ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും? ഓർത്തോഗണൽ ആയതുകൊണ്ട് 0 ആയിരിക്കും. ഓർത്തോഗണൽ W പെർപ്പും ആണെങ്കിൽ ഇത് 0 ആയിരിക്കുമല്ലോ ഇന്നർ പ്രോഡക്റ്റ്. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് W പെർപ്പിലെ എലമെന്റ് ആണ് H, Wയിലെ എലമെന്റ് ആണ് 1 മൈനസ് ടി സ്ക്വയർ. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് H 1 മൈനസ് ടി സ്ക്വയർ ഈക്വൽ ടു 0. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് അതുപോലെ തന്നെ ഇതും H 1 പ്ലസ് ടി സ്ക്വയർ ഈക്വൽ ടു 0. ആദ്യം
ഇന്നർ പ്രോഡക്റ്റ് ഓഫ് h1 മൈനസ് ടി സ്ക്വയർ ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യാം. ഇന്നർ പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് ടി ജി ഓഫ് ടി ഡി ടി. എഫിന് പകരം എന്താണ് എച്ച്, ജിക്ക് പകരം 1 മൈനസ് ടി സ്ക്വയർ. അപ്ലൈ ചെയ്യുക. ഇന്റഗ്രൽ 0 to 1 എഫിന് പകരം എച്ച് ഓഫ് ടി എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ 1 മൈനസ് ടി സ്ക്വയർ ഡി ടി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുന്ന 40a പ്ലസ് 15b പ്ലസ് 8c ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്തതോ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എച്ച് 1 പ്ലസ് ടി സ്ക്വയർ ഈക്വൽ ടു 0. അത് ചെയ്യുമ്പം 80a പ്ലസ് 45b പ്ലസ് 32c എന്ന് കിട്ടും. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇക്വേറ്റ് ചെയ്യാലോ. a ഈക്വൽ ടു 1/5c എന്ന് കിട്ടും. b ഈക്വൽ ടു മൈനസ് 16/15c എന്ന് കിട്ടും. എച്ച് ഓഫ് ടി അപ്പം എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ എന്നായിരുന്നു എടുത്തത്. എക്കും ബിക്കും വാല്യൂ കിട്ടി. എക്കും ബിക്കും വാല്യൂ കൊടുത്തു. എച്ച് ഓഫ് ടി ഈക്വൽ ടു സി പുറത്തെടുക്കാം. c/5 പുറത്തെടുത്ത് കഴിയുമ്പോൾ 3 മൈനസ് 16t പ്ലസ് 15t സ്ക്വയറിന് കിട്ടി. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. എച്ച് ഈസ് ആൻ ഇവൻ ഫംഗ്ഷൻ. എച്ച് ഇവൻ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് ടി ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് ടി ആയിരിക്കണം. എച്ച് ഓഫ് ടി അറിയാം. എച്ച് ഓഫ് മൈനസ് ടി, ടിക്ക് പകരം മൈനസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്ലസ് 16t പ്ലസ് 15t സ്ക്വയർ. ടിക്ക് പകരം മൈനസ് കൊടുത്തു. മൈനസ് ടിയുടെ സ്ക്വയർ. ഇവിടെ എന്താ പ്ലസ് ആണ് വരുന്നത് അല്ലേ. 15ഉം മൈനസ് ടിയുടെ സ്ക്വയറും. എന്തായാലും ഇവിടെ 16tയും ഇവിടെ മൈനസ് 16tയും ആണ്. എച്ച് ഓഫ് ടി നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് ടി. നോട്ട് ഈവൻ. എച്ച് ഓഫ് ടി ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? എച്ച് ഓഫ് ടി ഈക്വൽ ടു മൈനസ് എച്ച് ഓഫ് ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എച്ച് ഓഫ് ടി മൈനസ് ടി ഇതാണ്. മൈനസ് എച്ച് ഓഫ് ടി നോക്കണം. മൈനസ് എച്ച് ഓഫ് ടി ഈക്വൽ ടു എന്ത് വരും? മൈനസ് c/5 ഇൻറ്റു ഇതെന്ന് വരും. അത് രണ്ടും ഈക്വൽ അല്ല. നോട്ട് ഓഡ്. എച്ച് ഓഫ് ടി ഈക്വൽ ടു 0 ഹാസ് എ റിയൽ സൊല്യൂഷൻ. എച്ച് ഓഫ് ടിക്ക് ഒരു റിയൽ സൊല്യൂഷൻ ഉണ്ടോ? അതായത് എച്ച് ഓഫ് ടി എന്ന് പറയുന്ന c/5 ഇൻറ്റു 3 മൈനസ് 16t പ്ലസ് 15t സ്ക്വയർ ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പം 5 ഇൻറ്റു 0 അത് 0 ആയി പോകും. ഈ ടൈം നോക്കുക. 3 മൈനസ് 16t പ്ലസ് 15t സ്ക്വയർ. ഇത് റിയൽ സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 76 ഗ്രേറ്റർ ദാൻ 0. അതായത് അതിന് റിയൽ സൊല്യൂഷൻ ഉണ്ട്. ആ റൂട്ടിൻ്റെ അകത്തുള്ള ടിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ആ ബി സ്ക്വയർ മൈനസ് 4ac നോക്കിയാൽ പോരെ. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന് റിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പം തേർഡ് ഓപ്ഷൻ ശരിയാണ്. ഫോർത്ത് ഓപ്ഷനോ എച്ച് ഓഫ് 0 ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. എച്ച് ഓഫ് ടി ഇതാണ്. എച്ച് ഓഫ് 0 എന്ത് വരും? ടിക്ക് വരെ 0 കൊടുക്കുക. ഇതും 0 ആവും, ഇതും 0 ആവും. c/5 ഇൻറ്റു 3 എന്ന് വരും. നോട്ട് ഓൾവേസ് 0. സി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എച്ച് ഓഫ് 0 ചേഞ്ച് ചെയ്യും. എപ്പോഴും 0 ആവുമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a positive integer n, let Pn denote the space of all polynomial Px with the coefficient in R such that degree of P of x less than or equal to n. Let Bn equal to set 1 x, x square, etc. xn if t from P3 to P4 if the linear transformation defined by t of P of x equal to x square P dash x plus integral 0 to x P of t dt and a equal to aij is the 5/1 matrix of T with respect to the standard basis B3 and B4. Then A32, A33 value കണ്ടുപിടിക്കണം. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? മെട്രിക്സ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കും? ഡൊമെയിൻ എന്ന് പറയുന്നത് P3 ആണ്. കോഡൊമെയിൻ എന്ന് പറയുന്നത് P4 ആണ്. ഡൊമെയിനിൻ്റെ ബേസിസ് P3യുടെ ബേസിസ് ഏതൊക്കെ വരും? 1 x, x square, x cube. P3ക്ക് n+1 ബേസിസ് വെക്ടേഴ്സ് കാണും. ഡിഗ്രി 3 വരെയായിരിക്കും. 4 വെക്ടേഴ്സ് കാണും. ഡിഗ്രി 3 വരെയായിരിക്കും. 1 x, x square, x cube. കോഡൊമെയിനോ? കോഡൊമെയിൻ എന്ന് പറയുന്നത് P4 ആണ്. അതിൻ്റെ ബേസിസ് 1 x, x square, x cube, x⁴. എങ്ങനെയായിരുന്നു ഇമേജ് ഓഫ് വെക്ടർ ബേസിസ് B3 വിത്ത് റെസ്പെക്ട് ടു T കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇക്വേഷൻ അറിയാം. T of P of x equal to x square P dash x plus integral 0 to x P of t dt. നമുക്ക് ഡൊമെയിനിൻ്റെ ബേസിസ് നോക്കണം. ഡൊമെയിൻ P3 ആണ്. P3യുടെ ബേസിസ് T of 1 കാണണം, T of x കാണണം, T of x square കാണണം, T of x cube കാണണം. T of 1
പി ഓഫ് എക്സിന് പകരം 1. അപ്പോൾ പി ഡാഷ് എക്സ് എന്താവും 0 ആയി പോകും. പി ഓഫ് എക്സ് 1 പി ഡാഷ് എക്സ് 0 ആയി പോകും. എക്സ് സ്ക്വയർ ഇൻറ്റു ഇത് 0 ആകും പ്ലസ് ഇൻ്റഗ്രൽ 0 ടു എക്സ് പി ഓഫ് ടി. പി ഓഫ് എക്സ് 1 ആണ്, പി ഓഫ് ടി എന്തായിരിക്കും 1 ആയിരിക്കും. 1 ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് 0 ആണ്, ഈ ടൈമില്ല. ഇൻ്റഗ്രൽ 0 ടു എക്സ് 1 ഡി ടി എന്ന് വരും. ഇതിൻ്റെ ടി വരും, അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്. അടുത്തതേത് എക്സിനെ കോഡൊമൈനിലെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം അല്ലേ. അപ്പം എക്സിനെ കോഡൊമൈനിൻ്റെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ 0 ഇൻറ്റു 1 പ്ലസ് എക്സിന് മാത്രമേ കോഎഫിഷ്യൻ്റ് ഉള്ളൂ. 1 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 0 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 0 ഇൻറ്റു എക്സ് റേസ് ടു 4. അടുത്തതോ ബേസിസ്, അടുത്ത ബേസിസ് നോക്കുക എക്സ്. പി ഓഫ് എക്സിന് പകരം എക്സ് എന്ന് കൊടുക്കുക. ടി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു പി ഡാഷ് ഓഫ് എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ 1 വരും. ഇൻ്റഗ്രൽ 0 ടു എക്സ് പി ഓഫ് ടി ഡി ടി. പി ഓഫ് എക്സ് എക്സ് ആണ് അടുത്ത, പി ഓഫ് ടി എന്ത് വരും ടി ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. 3/2 എക്സ് സ്ക്വയർ കോഡൊമൈനിലെ ബേസിസിൻ്റെ കോഎഫിഷ്യൻ്റ് ബേസിസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ എക്സ് 3/2 എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന് മാത്രമേ കോഎഫിഷ്യൻ്റ് ഉള്ളൂ, അപ്പം അതിന് മാത്രം 3/2 കൊടുക്കുക, ബാക്കിയെല്ലാം 0 ആയി പോകും. തേർഡ് ബേസിസ് ഏതാ? തേർഡ് ബേസ് വെക്ടർ എക്സ് സ്ക്വയർ ആണ്. ടി ഓഫ് എക്സ് സ്ക്വയർ ഇതുപോലെ കണ്ടുപിടിക്കുക, ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുക. എക്സ് ക്യൂബിന് മാത്രമേ കോഎഫിഷ്യൻ്റ് ഉള്ളൂ. ടി ഓഫ് എക്സ് ക്യൂബ് ഇതുപോലെ ചെയ്യുമ്പോൾ 13/4. ഇനി മെട്രിക്സ് എങ്ങനെ എഴുതും? ടി ഈക്വൽ ടു ടി ഓഫ് 1 ടി ഓഫ് എക്സ് സ്ക്വയർ ടി ഓഫ് എക്സ് ക്യൂബ്. കോളം ആയിട്ട് എഴുതുക. ടി ഓഫ് 1 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോഡൊമൈനിൻ്റെ ബേസ് വെക്ടറിൻ്റെ കോഎഫിഷ്യൻ്റ് 0 1 0 0 0. ഫസ്റ്റ് കോളം 0 1 0 0 0. സെക്കൻഡ് കോളം 0 0 3/2 0 0 0 3/2 0 0. ഇവിടെ എക്സ് ക്യൂബിൻ്റെ ടേമും കൂടെ ഉണ്ട്. ഇനി അടുത്തതോ എക്സ് സ്ക്വയറിൻ്റെ എഴുതുമ്പോൾ എന്ത് വരും? എക്സ് ക്യൂബിന് മാത്രം കോഎഫിഷ്യൻ്റ് ഉണ്ട്, അതായത് 1-നില്ല, എക്സിനില്ല, എക്സ് സ്ക്വയറിനില്ല, എക്സ് ക്യൂബിന് മാത്രം 7/3, മറ്റേത് 0. അടുത്തത് എക്സ് റേസ് ടു 4 മാത്രം കോഎഫിഷ്യൻ്റ് ഉണ്ട്. 0 0 0 0. എക്സ് റേസ് ടു 4 മാത്രം കോഎഫിഷ്യൻ്റ് ഉണ്ട്. ഇനി ഓപ്ഷനിലേക്ക് പോവാം. A32 തേർഡ് റോയിലെ സെക്കൻഡ് കോളം 1 2 3. തേർഡ് റോയിലെ സെക്കൻഡ് കോളം A32 എന്താ 3/2 ആണ്. A33 7/3 ആണോ? അല്ല, 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ A32 ഈസ് 3/2 ശരിയാണ്. A33 ഈസ് 0 ശരിയാണ്. സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലേ. അപ്പം ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Suppose the matrix A equal to 14 minus 18 26 has a certain complex number lambda not equal to 0 as an eigenvalue. Which of the following numbers must also be an eigenvalue of A? ഒരു 3/3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ലാംഡ നോട്ട് ഈക്വൽ ടു 0 ഇസ് ആൻ ഈഗൻ വാല്യൂ. ലാംഡ നോട്ട് ഈക്വൽ ടു 0 അല്ലാത്ത ഒരു ലാംഡ ഒരു ഈഗൻ വാല്യൂ ആണ്. അടുത്ത രണ്ട് ഈഗൻ വാല്യൂസും കൂടെ കണ്ടുപിടിക്കണം. ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ആകുന്ന ലാംഡയാണ് ഈഗൻ വാല്യൂ എന്ന് പറയുന്നത്. കണ്ടുപിടിക്കാൻ സം ഓഫ് ഈഗൻ വാല്യൂസ് ഈക്വൽ ടു, സം ഓഫ് ഈഗൻ വാല്യൂസ് എപ്പോഴും ട്രേസ് ഓഫ് എ ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ഈഗൻ വാല്യൂസ് ഡിറ്റർമിനന്റ് എ ആയിരിക്കും. ട്രേസ് ഓഫ് എ എന്താ? ഡയഗണൽ എലിമെന്റ്സിന്റെ സം 40 പ്ലസ് 30 പ്ലസ് മൈനസ് 50. ഡയഗണൽ എലിമെന്റ്സിന്റെ സം ആണ് ട്രേസ്. അതെന്ന് പറയുന്നത് ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 എന്ന് എഴുതാം. 20 ഈക്വൽ ടു ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. അതെന്ന് പറയുന്നത് 0 ആണ് വന്നേക്കുന്നത്. 0 ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഈഗൻ വാല്യൂസ് ലാംഡ 1 ലാംഡ 2 ലാംഡ 3 എന്ന് എടുത്തേക്കുന്നത്. അപ്പം ലാംഡ 1 ഇൻറ്റു ലാംഡ 2 ഇൻറ്റു ലാംഡ 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അറ്റ്ലീസ്റ്റ് 1 ഈഗൻ വാല്യൂ മസ്റ്റ് ബി 0, സേ ലാംഡ 3 ഈക്വൽ ടു 0. ഒരു പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായാലും ഒരു ഈഗൻ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പം ലാംഡ 3 ഈക്വൽ ടു 0 എന്ന് എടുത്തു. ഇനി രണ്ട് ഈഗൻ വാല്യൂസ് ആണ് ഉള്ളത്. ട്രേസ് ഓഫ് എ ഈക്വൽ ടു 20 ഈക്വൽ ടു ലാംഡ 1 പ്ലസ് ലാംഡ 2. ലാംഡ 3ക്ക് 0 എന്ന് കൊടുക്കാമല്ലോ. പ്രോഡക്റ്റ് ഓഫ് ഇതിന് 20 ഈക്വൽ ടു 20 മൈനസ് ലാംഡ 1 ഈക്വൽ ടു ലാംഡ 2 എന്ന് എഴുതി.
അല്ലേ? അതാണ് ഓപ്ഷൻ സി. അപ്പം ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഏഗൻ വാല്യൂസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. സം ഓഫ് ഏഗൻ വാല്യൂസ് ട്രേസ് ഓഫ് ആണ്, പ്രോഡക്റ്റ് ഓഫ് ഏഗൻ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യാണ്. ട്രേസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു, 20 = λ1 + λ2 + λ3. പ്രോഡക്റ്റ് 0 എന്ന് കിട്ടി. അപ്പോൾ ഒരു ഏഗൻ വാല്യൂ എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ അടുത്ത ഏഗൻ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ട്രേസിൽ നിന്ന് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു, 20 - λ1 = λ2. 20 - λ1, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ മെട്രിക്സ് എ ഈക്വൽ ടു, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ ജോർദാൻ കാനോനിക്കൽ ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വി ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡിറ്റർമിൻഡ് a - λi = 0. ഡിറ്റർമിൻഡ് a - λi × x = 0 എന്ന് പറഞ്ഞ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഏഗൻ വെക്ടർ ആയിരുന്നു. ലാംഡയാണ് ഏഗൻ വാല്യൂ. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ ഇക്വേഷൻ ഇതാണ്, a - λi = 0. ഡിറ്റർമിൻഡ് a - λi = 0. എ അറിയാം അല്ലേ? മൈനസ് ലാംഡ ഇൻറ്റു ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് =0. ഡയഗണൽ എലമെന്റ്സിൽ എന്തോരും മൈനസ് ലാംഡ വരും. മൈനസ് ലാംഡ =0. ഇത് ഓപ്പറേറ്റ് ചെയ്ത് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. λ² - 4 × λ² - 1 = 0. ഏഗൻ വാല്യൂസ് 2, -2, 1, -1 എന്ന് കിട്ടും. ഏഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ? ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണെങ്കിൽ ഡയഗണലൈസബിൾ ആണ്. ഡയഗണലൈസബിൾ ആണെങ്കിൽ ജോർദാൻ കാനോനിക്കൽ ഫോം ഓഫ് ഡയഗണൽ മെട്രിക്സ് ഈസ് ദ ഡയഗണൽ ഫോം ഓഫ് ദ മെട്രിക്സ് ആണ്. അതായത് ഈ ഏഗൻ വാല്യൂസിനെ ഡയഗണൽ എലമെന്റ്സിലേക്ക് എഴുതിയാൽ മതി. 1 - 1, 2 - 2. 1 - 1, 2 - 2. ഓപ്ഷൻ എയും ബിയും ഉണ്ടല്ലേ? 1 - 1, 2 ഓപ്ഷൻ ബി ഇല്ല. ഓപ്ഷൻ ബിക്കകത്ത് ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട്. ഡയഗണൽ എലമെന്റ്സിൽ മാത്രം ഏഗൻ വാല്യൂസ് എഴുതുക. അപ്പോൾ ഓപ്ഷൻ എ.